മേഡം സ്വർണ്ണപ്രാശത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാമോ? സ്വർണ്ണപ്രാശനം ആയുർവേദ വിധിപ്രകാരം എല്ലാ മാസവും പുഷ്യനക്ഷത്രത്തിൽ കൊടുക്കുന്ന ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് സ്വർണ്ണപ്രാശനം. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അത് മെയിൻലി ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടാണ് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, ഇടയ്ക്കിടെയുള്ള ഇൻഫെക്ഷസ് ഡിസീസ്, അതുപോലെ സീസണലായിട്ട് വരുന്ന അലർജിക് ഡിസീസുകൾ അതിനൊക്കെ നല്ലതാണ്. ഏത് വയസ്സ് തുടങ്ങി നമുക്കിത് കൊടുക്കാം? കുഞ്ഞു കുട്ടികൾ മുതൽ 6 മാസം തൊട്ട് നമ്മൾ 10-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പുഷ്യ നക്ഷത്രത്തിലാണ് നമ്മൾ മെയിൻലി സ്വർണ്ണപ്രാശനം കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്രാശനം സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് അവരുടെ തൂക്കം വർദ്ധിക്കും, ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷസ് ഡിസോർഡേഴ്സ്, പിന്നെ പനി, ചുമ, അങ്ങനെയുള്ള അസുഖങ്ങളുടെ നിരന്തരം അതുമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണത്. ഇത് ബ്രെയിനിനും അതുപോലെ തന്നെ ഡൈജഷനും ഒക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഇതിനകത്ത് മെയിൻലി നമ്മൾ സ്വർണ്ണപ്രാശനകത്ത് സ്വർണ്ണത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. വിത്ത് സ്വർണം നമ്മൾ കൊടുക്കുന്ന വജ, ശംഖപുഷ്പി, നല്ല മേദ്യമായിട്ടുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എലോങ് വിത്ത് സ്വർണ്ണം, നാനോ പാർട്ടിക്കിൾസ് ആയിട്ടാണ് സ്വർണ്ണം ഇതിനകത്ത് എംബെഡ് ചെയ്യുന്നത്. അപ്പം ഇതിനോടൊപ്പം തന്നെ ഇത് ക്ലാസിക്കലി പറയുന്ന മധു പ്ലസ് ഘൃതം, മധുവിൻ്റെ കൂടെയും ഘൃതവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പറയുന്നത്. മധുവിനും ഈ പറയുന്ന മെറ്റബോളിക് ആക്ഷൻസ് ഉണ്ട്, ഘൃതത്തിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം ഇത് ഗട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട്, ഗട്ട് മൈക്രോബ്സ് അതിന് നല്ലതാണ്, മെറ്റബോളിസത്തിന് നല്ലതാണ്, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. ഈ മരുന്ന് ബ്ലഡ് ബ്രെയിൻ ബാരിയറായിട്ട് എന്താണ് ബന്ധം, ഇതിനുള്ള കണക്ഷൻ? അതെന്ന് പറഞ്ഞാൽ ഇത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് ഈ ഘൃതവുമായി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നു, അത് ബ്രെയിൻ സെൽസിനെ റീജനറേറ്റ് ചെയ്യാനും അതിന് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നല്ലതാണെന്നാണ് കണ്ടുവരുന്നത്. ഇഷ്ടംപോലെ ഇപ്പോൾ ഏറെ സ്റ്റഡീസ് ഇതിൻ്റെ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നിരിക്കുന്നത്. ഈ മരുന്നിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണ്? സ്വർണം, ഘൃതം, മധു, ഇങ്ങനെയാണ് ക്ലാസിക്കലി പറയുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സ്വർണ്ണപ്രാശനകത്ത് ഇതിനോടൊപ്പം തന്നെ മേദ്യമായിട്ടുള്ള ഡ്രഗ്സ് ആയിട്ടുള്ള ബ്രാഹ്മി, വജ, ശംഖപുഷ്പി ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ പുഷ്യ നക്ഷത്രത്തിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് തന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മാസത്തിലൊരിക്കൽ പുഷ്യ നക്ഷത്രം എന്ന് പറയുന്നത് മംഗളമായ ഒരു ദിവസമാണെന്നാണ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെയാണ് പുഷ്യ നക്ഷത്രത്തിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഇത് സ്ഥിരം കൊടുക്കുന്നവരുമുണ്ട്, ദിവസവും മിനിമൽ ഡോസിൽ കൊടുക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു 6 മാസം വരെ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിൽ കൂടുതൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആഹാരം പോലെ സാമ്യമായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 6 മാസമൊക്കെ വരെ സ്ഥിരം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നാളുടെ കൂടുതൽ നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മെയിൻലി നമ്മളിപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ എല്ലാ മാസവും പുഷ്യ നക്ഷത്രത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഏജിലും ഇതിൻ്റെ ഡോസിന് വ്യത്യാസമുണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ട് ഡോസിന് വ്യത്യാസം വരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഓരോ പ്രോഡക്ട്സിനകത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ചിട്ട് നമ്മളതിനകത്ത് ഡോസ് വ്യത്യാസപ്പെടുത്തും. ഏത് വയസ്സ് വരെ ഇത് കൊടുക്കണമെന്നാണ്? 16 വയസ്സ് വരെ കൊടുക്കുന്നതിൽ തെറ്റില്ല. അക്കോർഡിംഗ് ടു ആയുർവേദ ബാലൻ്റെ ഒരു ഏജ് ഡിവിഷൻ എന്ന് പറയുന്നത് 16 ഇയേഴ്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് 16 ഇയേഴ്സ് വരെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുന്ന ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കാണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ ഇത് വളരെ നല്ലതാണ്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള അസുഖങ്ങളെ തടുക്കാനും, സീസണൽ ഡിസീസുകൾ, അലർജിക് ഡിസീസുകൾ, തുമ്മൽ, ചുമ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് അതിനൊക്കെ വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മളിവിടെ കൊടുക്കുന്ന ഒരു സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ തൂക്കം വർദ്ധിക്കുന്നതിനും ഇത് വളരെയധികം നല്ല എഫക്റ്റ് കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പോലെ തന്നെ സ്വർണ്ണപ്രാശം മോഡേൺ ഇമ്മ്യൂണൈസേഷൻ പോലെ ആയുർവേദത്തിൽ പറഞ്ഞ ഒരു ഇതാണ്. ഇതിനോടൊപ്പം തന്നെ ആയുർവേദത്തിൽ വേറെ ഒരു തരം ഇമ്മ്യൂണൈസേഷൻ പറയുന്നുണ്ട്. ആരോഗ്യ രക്ഷാ കൽപ്പദ്രുമത്തിനകത്ത് പ്രാകാരാതി യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതും സ്വർണ്ണപ്രാശനവും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.